എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് 3 PM സെക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു ബൈ സോൺ പറഞ്ഞിട്ടുണ്ട്. 130 നമ്മളൊരു ബൈ സോൺ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടാർഗറ്റ് വരുന്നത് 151 ആണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിയിൽ 154 ബ്രേക്ക് ചെയ്യാതെ നമ്മളൊരു എൻട്രീനെ പറ്റി ആലോചിക്കുന്നില്ല. നിലവിൽ നമ്മുടെ മൂവ്മെൻറ്റ് സിയിലാണ്. അപ്പോൾ നമ്മൾ 134 ബൈ സോൺ പറഞ്ഞത്. നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് 151 ആണ് നമ്മുടെ നോർമലായിട്ടുള്ള ടാർഗറ്റ്. കാരണം 2 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്ക് മൂവ് ആവണുണ്ട്. അത് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ഹിറ്റ് ചെയ്യുന്നത് 151 ആയിരിക്കും, 3 മണിയുടെ മൂവ്മെൻറ്റ്. നേരെ മറിച്ച് മാർക്കറ്റ് നമുക്ക് പിയിലാണ് മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെവിടെ എൻട്രി പറഞ്ഞു, ഏകദേശം എൻട്രി പറഞ്ഞ ലെവൽ 133 ആണ്. 127 ആണ് സ്റ്റോപ്പ് ലോസ്. 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ഈ 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് എവിടെ പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 43 മുതൽ 47 വരെ നമുക്ക് ഈസി ആയിട്ട് അത് തിരിച്ചു പിടിച്ചെടുക്കാൻ പറ്റും. കാരണം 3 സൈഡിലാണ് അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്യാതെ മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 151 ഉണ്ട്, പിന്നെ ഒരു 147 ഉണ്ട്. അതിപ്പോൾ ഡെൽറ്റ വാല്യൂ ഇത്തിരി കുറഞ്ഞുകൊണ്ടാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. തൽക്കാലം നമുക്ക് മുട്ടാത്ത ഏരിയ ഉണ്ട്. 151 ഇതുവരെ റീച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് താൽക്കാലികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം 5 മിനിറ്റിലും RSI അപ്പർ സൈഡ് തന്നെയാണ് ഫ്യൂച്ചർ ചാർട്ടിൽ നിൽക്കുന്നത്. ഒരു ക്രോസ് ഓവറിൻ്റെ ലെവലിലേക്ക് 5 മിനിറ്റിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ 25,392 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ സ്പേസ് കിടപ്പുണ്ട്. അവിടെയും 25,392 ബ്രേക്ക് ചെയ്താൽ 25,404
സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും സിയിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൻ്റെ റീസൺ. ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ആ മാർക്കറ്റിൽ വരുന്നത്. ഇൻ കേസ് ഒരു എൻട്രി കിട്ടി സ്റ്റോപ്പ് ലോസ് ഒക്കെ ആണെങ്കിലും കുറച്ചുകൂടെ ഒന്ന് ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയം വരില്ല. 2.25 മൂവ്മെൻറ്റ് വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. 2:48 ആയിട്ടുള്ളൂ. കുറച്ച് നമ്മൾ നേരത്തെ ലൈവിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലക്ച്വേഷൻസ് കൂടുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ചെയ്തിടാൻ പറയണതെന്ന് വെച്ചാൽ ഇവിടെ 144, 147, 151 ലെവലൊക്കെ ഹിറ്റ് ചെയ്യാനുണ്ട്. അവിടെയും കഴിഞ്ഞിട്ട് 3 മണിക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയ പിയിൽ 193 ഭാഗത്തേക്ക് വീണ്ടും റിട്ടേൺ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 15 മിനിറ്റ്സിലും 30 മിനിറ്റിലും RSI പി സൈഡിലേക്കാണ് നിൽക്കുന്നത്. പിന്നെ നമ്മളവിടെ ചെറിയൊരു പരിപാടി ആസൂത്രണം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ W പാറ്റേൺ ആണ്, M പാറ്റേൺ ആണ്. 108 മാർക്കറ്റ് ഫാൾ ആവണേ. അതിന് 127 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരണം. കാരണം ഇവിടെ ഒരു റിവേഴ്സ് ക്യാൻഡിൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. 144.5 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ സി വിടേണ്ട കാര്യമുള്ളൂ. 144.5 ബ്രേക്ക് ചെയ്താൽ നമുക്ക് സി വിടാം. അതുവരെ സി നമുക്ക് ഹോൾഡ് ചെയ്യാം. നേരെ മറിച്ച് 144.5 ബ്രേക്ക് ചെയ്താൽ 147 മൂവ്മെൻറ്റ് പിയിൽ കിട്ടും. അത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാനായിട്ട് സാധിക്കണം. 2:50 നമ്മൾ 2:50 ആകുമ്പോഴാണ് ലൈവിലേക്ക് വരാറ്. പിയിൽ 144. റൈറ്റ് സൈഡ് ചാർട്ട് എപ്പോഴും പി ആണ്. പിയിൽ 144 മുകളിലോട്ട് പോയാൽ മാത്രം നമുക്ക് സി എക്സിറ്റ് ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാത്ത പക്ഷം നമ്മുടെ ടാർഗറ്റ് 151 ആയിരിക്കും. കാരണം 5 മിനിറ്റിൽ ഹയർ ടൈം ഫ്രെയിമിൽ ക്രോസ് ഓവറിൽ താഴത്തോട്ടാണ് നിൽക്കുന്നത്. പക്ഷേ 5 മിനിറ്റിൽ ചെറിയൊരു അപ്സൈഡിലേക്കൊരു ക്രോസ് ഓവർ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ചെറുതായിട്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ നമുക്ക് സിയിൽ എടുക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കണേ. പക്ക റിജക്ഷൻ ഏരിയയാണ്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ ഫാസ്റ്റായിട്ടായിരിക്കും മൂവ്മെൻറ്റ് സിയിൽ വരുന്നത്. നിലവിലുള്ള ഏരിയയിൽ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ വളരെ ഫാസ്റ്റായിട്ട് 151 വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ട് 2:51 ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും. 3 മണിയുടെ ട്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല, അല്ലെങ്കിൽ ഒരു എൻട്രി എടുത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ടു കോസ്റ്റോ ഇട്ട സ്റ്റോപ്പ് ലോസോ കയറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 3 രീതിയിലാണ്. ഒന്ന് കണ്ടിന്യൂവേഷൻ അപ്സൈഡ്, ഇല്ലെങ്കിൽ ഒരു ലോ വന്നിട്ട് നേരെ റിവേഴ്സ് പോവും, അല്ലെങ്കിൽ അപ്പ് വന്നിട്ട് നേരെ താഴത്തോട്ടും പോവും. 3 രീതിയിലാണ്. അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നല്ല പോലെ പണി കിട്ടും 3 മണിക്ക്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അടുത്ത മാസം തൊട്ട് ലൈവ് റൂമിൽ ലൈവ് ടൈമിലും മാർക്കറ്റിൽ ആളുകൾക്ക് കയറാം. ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് വ്യൂ കണ്ടിട്ടാണെങ്കിലും എടുക്കാം. അപ്പോൾ വ്യൂവും കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് 4 വ്യൂ ആണ് പോസ്റ്റ് ചെയ്തത്. 4 വ്യൂവും കറക്റ്റായിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 4 വ്യൂവിലും കൂടെ 100 പോയിൻറ്റിന് മേലെ റൈഡ് വന്നിട്ടുണ്ട്, സിയിലും ബിയിലും മാറി മാറി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ചാർട്ടും കൂടെ
ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് പഠിക്കാത്ത ആളുകളാണെങ്കിൽ ചാർട്ടും കൂടെ കയ്യിലുണ്ടെങ്കിലേ വ്യൂ ഇടുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ലൈവിലാകുമ്പോഴത്തേക്കും ചാർട്ട് വേണമെന്നില്ല, എൻ്റെ ചാർട്ട് കാണാൻ പറ്റും. അല്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ ഇന്നൊരു വ്യൂ പറഞ്ഞത് 155 ആണ് ടാർഗറ്റ് പറഞ്ഞത്. പക്ഷെ അത് 150-ൽ റിവേഴ്സ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചാർട്ട് അതനുസരിച്ചിട്ട് ഹിറ്റ് ചെയ്തത് കൊണ്ടാണ് 5 പോയിൻറ്റ് താഴത്ത് വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയത്. കോളോ ടിപ്പോ എടുക്കുന്നവർക്ക് അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഓഫീസിലുള്ള ആളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, ഒരു ചാർട്ട് കൂടെ മൊബൈലിലാണെങ്കിലും ശരി, ചാർട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. മൊബൈലിൽ നമുക്ക് ഈ ചാർട്ട് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു മൊബൈലും ഉണ്ട്, നെറ്റ്വർക്കും ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും പണി കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ബിസിനസ് ആകുമ്പോൾ ചിലപ്പോൾ 2 മൊബൈലൊക്കെ വേണ്ടി വരും. 2 നെറ്റ്വർക്കിലുള്ള മൊബൈലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. ഒരെണ്ണത്തിൽ ജിയോ ഇടാം, ഒരെണ്ണത്തിൽ BSNL ഇടാം. ഒരെണ്ണത്തിൽ നെറ്റ് പോയി കഴിഞ്ഞാൽ അപ്പുറത്തേൽ നോക്കാം. നമ്മൾ പറഞ്ഞത് വളരെ ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻ്റാണ് നമ്മൾ പറഞ്ഞത്. കൃത്യമായിട്ടുള്ള വ്യൂ ആയിരുന്നു. അതായത് ഒരു പാറ്റേൺ, നമ്മൾ എം പാറ്റേൺ ആണ് പറഞ്ഞത്. എം പാറ്റേണിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ഏകദേശം 119 3 മണിക്ക് അത് മാർക്കറ്റിങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ 108 വരെയും ഫാളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 108 വരെ ഫാളാവുമ്പോൾ സിയിൽ 151 വരെ ഏകദേശമൊക്കെ ഹിറ്റ് ആവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റും കൂടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ 25 ഏതാണ് ഹൈ, ഫ്യൂച്ചർ ചാർട്ടിലെ ഹൈ എന്ന് പറയുമ്പോൾ ഏകദേശം 25,393 ഇപ്പോൾ 25,383 ഇപ്പം നിലവിൽ വന്നേക്കണ ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,388. ഒരു 5 പോയിൻറ്റും കൂടെ ഫ്യൂച്ചർ മൂവപ്പ് ആവാനുണ്ട്. അപ്പോൾ കണക്കൂട്ടൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഹിറ്റേ 151 അടിക്കുള്ളൂ. ആ ട്രെൻഡ് അങ്ങ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 25,404 വരെ ഒരു 7 പോയിൻറ്റും കൂടെ മാർക്കറ്റിൽ മൂവപ്പ് ആവും. ഏകദേശമൊക്കെ ഒരു അടുത്ത് വന്നിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞ എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 134 പറഞ്ഞത്. 146 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് നോക്കാം ഇനി 3 മണിയുടെ മൂവ്മെൻറ്റിൽ എന്താണെന്ന് നോക്കാം. ഏകദേശം ടിപ്പ് ബേസ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായിട്ട് നിൽക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മണിയുടെ ക്യാൻഡിൽ ഇപ്പോൾ 2:56 3 മണിയുടെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ്. അതിൽ നല്ലൊരു മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് 59 3 മണിക്ക് ഒരു ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഒന്ന് കയറ്റി വെച്ചാൽ നല്ലതാണ്. കാരണം ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. 150.93 ആണ് ട്രിഗർ പ്രൈസ് സീനെ സംബന്ധിച്ച്. അവിടെയും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 161 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. 2:59 കാരണം നിലവിലുള്ള സിയുടെ ക്യാൻഡിലിൽ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊരു വലിവ് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഒരു വലിവ് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് താഴത്തോട്ട് പോരും. ഓക്കെ, 3 മണി ആയിട്ടുണ്ട്. ഈ ബ്രേക്കൗട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ 150.90, അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോ വരാത്ത കാരണം സഡൻ ബാക്കപ്പ് ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക. 147, 148, 151 മാക്സിമം കയറ്റി ലോക്ക് ചെയ്യുക. ഇനി പോയാൽ ആ ഒരു വിക്കും കൂടെ പോയിൻറ്റും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 161 പോകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ പിയുടെ സപ്പോർട്ടിംഗ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 108. ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ചത് എം പാറ്റേൺ ആണ്. ആ എം പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ചൊരു വലിവ് എന്തായാലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇനി ഇവിടെ നിന്ന് ഈ കണ്ടിന്യൂവേഷൻ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ 109 ഒന്നും കൂടെ വരും, 109 ഭാഗത്തേക്ക്. ഇപ്പോൾ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും. വൺസ് അഗെയിൻ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ഒന്ന് വിക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ 161 നോക്കിയാൽ മതി. അല്ലാത്ത പക്ഷം മാർക്കറ്റ് 127 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 133 പിയുടെ മൂവ്മെൻറ്റ്. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഒരു 126 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 133 പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം അത് കോൺസെൻട്രേഷൻ നമ്മൾ പിയിൽ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പക്ഷം സിയിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിലവിലുള്ളത്. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞത് 25,403 ടച്ച് ചെയ്യുമെന്നാണ്. ആ 25,403 ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതുവരെയും ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു ക്രോസ് ഓവർ ഒന്നും അടുത്തിട്ടില്ല. നിലവിൽ സി സൈഡ് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ ചാർട്ട് 25,425 കീപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇനി വലിയ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് പ്രീവിയസ് ആയിട്ടുള്ള ഒരു 155 എന്നുള്ള ലെവലിൽ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശം. അതുകൊണ്ടാണ് നമ്മളവിടെ ബ്രേക്ക് ഇട്ടത്. ഇനി ആ 155 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് 161 172 മാർക്കറ്റ് പോകത്തുള്ളൂ. കാരണം ഇവിടെ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് 109 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം നിൽപ്പുണ്ട്. അതും കൂടെ കൺഫേം ആവാതെ നമ്മൾ പിയിലേക്ക് ചാടി കയറി കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഇതൊരു സപ്പോർട്ടിങ് സോണാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, 108 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 99 ഫാളാവും. ഇപ്പോൾ ഉള്ള ഹൈ സിയുടെ ബ്രേക്ക് ചെയ്താൽ 161 മൂവ് ചെയ്യും. 161 കൂടെ ബ്രേക്ക് ചെയ്താൽ 172 മാർക്കറ്റ് ക്ലോസ് ആവുന്നത്. നെക്സ്റ്റ് ക്യാൻഡിലാണ് നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. ഇവിടെ നിന്ന് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് റിവേഴ്സ് മൂവ് ചെയ്യുമോ അതോ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോകില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം 109 പിൻബാർ സപ്പോർട്ടാണോ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സപ്പോർട്ടാണോ എടുക്കണമെന്ന് നമുക്ക് നോക്കണം. അല്ലാതെ റിവേഴ്സാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. 161 ഓൾമോസ്റ്റ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വിക്കിലേക്ക് സപ്പോർട്ട് എടുത്തു. നെക്സ്റ്റ് സപ്പോർട്ട് 99 ആണ്. ആ 99 കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് 172 കൊണ്ട് അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ, കാരണം സിയിൽ RSI സി സൈഡിലേക്കാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് തന്നെ ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത്. 172 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് സ്ട്രഗിൾ ചെയ്ത് തീർക്കുമില്ല എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നെക്സ്റ്റ് ക്യാൻഡിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 99 എന്നുള്ള സപ്പോർട്ട് സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്.
ഓക്കെ, 172 മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടിയ മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക. ഇനിയുള്ളത് 185 ആണ്. 185 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 202 മാർക്കറ്റ് മൂവ് ചെയ്യണത്. ഇത് കൺസോൾട്ടേഷൻ സോൺ. ഇവിടെ സേഫായിട്ട് നമുക്ക് ഇറങ്ങാം. അതിനുശേഷം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരു 175 ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ഇനി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കണം. ഈ ട്രെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട് വീണ്ടും കയറുക. അല്ലാത്ത ആൾക്കാർക്ക് താഴ്ത്തുനിന്ന് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ട്രെയിൽ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താഴത്തോട്ട് പോയാൽ 10-20 പോയിൻ്റ് അടുത്ത് ലോസ് വരും. അങ്ങനെയുള്ളൊരു ഇഷ്യൂ കൂടെ ഉണ്ട്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ മാർക്കറ്റ് 105 ബ്രേക്ക് ചെയ്താൽ 111 വരെ പി തിരിച്ച് കയറും. സേഫായിട്ടുള്ള സോണാണ് 172. അപ്പോൾ 172 ഇറങ്ങുക. അവിടെ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒരു റീഅപ്ലൈ ചെയ്യുക. അത് 109 വരെ എന്തായാലും വരണം. 109 ഒരു ടച്ചിങ് പോയിൻ്റാണ്. 109 ബ്രേക്ക് ചെയ്താൽ പിന്നെ SMA നോക്കിയിട്ടായിരിക്കും മൂവ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ ഇറങ്ങിയിട്ട് തിരിച്ച് കയറി കഴിഞ്ഞാൽ 103 നിന്ന് 109 വരെ അടുത്ത പോയിൻ്റാണ് അവിടെ. അപ്പോൾ അത് താഴത്തുനിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കിട്ടിയെടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലോ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചാൽ വലിയ പ്രശ്നം വരില്ല. 109 ബ്രേക്ക് ചെയ്താൽ അനദർ മൂവ്മെൻ്റ് ഇല്ല. നമ്മൾ 172 റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ വിക്ക് വന്നിട്ടുള്ള റിവേഴ്സിലാണ് എടുത്തത്. അത് സ്ട്രൈക്ക് ചെയ്തല്ലായിരുന്നു എടുക്കേണ്ടത്. പിന്നെ നമ്മളെന്തോ എടുത്തു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടൈം വളരെ കുറവായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് വേറെ സെലക്ട് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല മൂവ്മെൻറ്റ് പോയിൻ്റ് നമുക്ക് ഇതിനകത്ത് എടുക്കാമായിരുന്നു. അപ്പോൾ അത് 100 കിട്ടിയിട്ടുണ്ടെങ്കിലും 110 10 പോയിൻറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്നത് 112 നമ്മളൊരു വിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 112.70 ആ 112.70 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ നമുക്കൊരു 103 ട്രെയിൽ ചെയ്ത് വെക്കാം. ഇവിടെ RSI 2 മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇത് സിയിൽ ഇപ്പം നിലവിൽ നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ അത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ താഴത്തോട്ട് വന്നാൽ 150 143 റീടെസ്റ്റിന് വേണ്ടി വരും. അതായത് 150 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി 150 അല്ലെങ്കിൽ 150 ഭാഗത്തേക്ക് റീടെസ്റ്റിന് വേണ്ടി വരുവാണെങ്കിൽ അത് നമുക്ക് പിയിൽ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടിപ്പ് 112.70 ഇല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിൻ്റോ കയറ്റി വെച്ചേക്കുക. നല്ല മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയതാണ്. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 155 ടാർഗറ്റ്, 166 നെക്സ്റ്റ് ടാർഗറ്റ് നമ്മളതൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ മെത്തേഡ് ഇപ്പോൾ ഇങ്ങനെയാണ്. 25-300 ബൈ ബിറ്റ്വീൻ 120 138. SL ഏരിയ 105, ടാർഗറ്റ് 155, 170, 202. അപ്പോൾ ചാർട്ട് നോക്കുന്നവർക്കാണ്. നമ്മൾ 172 172 ആണെങ്കിൽ 2 പോയിൻ്റ് കുറച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ 172 കറക്റ്റായിട്ട് റെസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പിയിൽ അടുത്ത എൻട്രി എടുത്തു. ആ എൻട്രി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. 100 നിന്ന് എടുത്ത എൻട്രി 115, അവിടെയും കിട്ടി 15 പോയിൻറ്റ്. ഈ താഴത്തോട്ട് ട്രെയിൽ ചെയ്ത് വെക്കുന്നതിന് നല്ലത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഓപ്പോസിറ്റ് എടുക്കുന്നതാണ്. റീടെസ്റ്റാണ് നമ്മൾ ഉദ്ദേശിച്ചത് 150. അതൊന്നും കൂടെ ഡൗൺ ആയി കഴിഞ്ഞാൽ 143 ഒന്നും കൂടെ ഒന്ന് ഡൗൺ ആവും. അങ്ങനെ ഡൗൺ ആവുകയാണെങ്കിൽ ഏകദേശമൊക്കെ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് കയറ്റി സ്റ്റോപ്പ് ലോസ് ഒക്കെ കയറ്റി വെക്കാൻ പറ്റുന്നത് 112ലേക്കാണ്. ആ 112 കയറ്റി വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ റിവേഴ്സ് ആവും, ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് 125ലേക്ക് പോകും. നമ്മൾ 150 ആണ് ഒരു റീടെസ്റ്റ് ഏരിയ ആയിട്ട് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയത്. അത് വെച്ചിട്ട് നോക്കിയാലും വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ താഴത്തൊരു SMA നിൽക്കുന്ന കാരണം അങ്ങോട്ടൊരു വലിവ് കിട്ടിയാൽ പിയിലെ വലിവ് 126 വരെ പോകും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100ൽ നിന്ന് 120 പോയിൻ്റ് അവിടെയും കിട്ടിയിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ 125 വരെ പോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും, റിവേഴ്സ് ആവും. സേഫ് സോണാണ്. സമയം 3:15. 3:15 ചെറിയൊരു മൈനസ് എൻഡായിട്ടേ കയറി പോകത്തുള്ളൂ. ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടാണ് പിന്നെ കയറി പോകത്തുള്ളൂ. അപ്പോൾ നോക്കിയേ, 150ൽ വന്ന് സപ്പോർട്ട് എടുത്തു, നമ്മൾ സേഫായിട്ട് എവിടെ ഇറങ്ങി, 120ൽ ഇറങ്ങി. എന്നിട്ട് അപ്പുറത്ത് പരീക്ഷിച്ച് അതേ പരീക്ഷണം 150ലെ റീടെസ്റ്റിലെടുത്താലും അവിടെയും കിട്ടും 11 പോയിൻ്റ്. ഇതൊക്കെ പോസിബിളാണ്, പോസിബിൾ അല്ലാത്തതൊന്നുമില്ല. അത് 3:15 നമ്മൾ മനസ്സിലാക്കിയത്, 3:15 ഒരു റെഡ് ക്യാൻഡിൽ വരും, റെഡ് ക്യാൻഡിൽ വന്നിട്ടേ പിന്നെ തിരിച്ച് മുകളിലോട്ട് പോകുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കറക്റ്റ് 150ൽ സപ്പോർട്ട് എടുത്തു, 161 വരെ പോകും, 3:15 ഒരു റെഡ് ക്യാൻഡിൽ വരും, അതിന് ശേഷമായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞത്. ആ റെഡ് ക്യാൻഡിൽ എവിടം വരെ വന്നിട്ടുണ്ട്, 109 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് സ്കാൽപ്പ് ചെയ്താൽ 10 പോയിൻ്റ് കിട്ടും. ഓപ്പോസിറ്റ് ഇവിടെ ആ റെഡ് ക്യാൻഡിൽ വന്നിട്ട് ഉള്ള മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് 124ലേക്കും കിട്ടും. കാരണം RSI പി സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളതാ പറഞ്ഞത്, റെഡ് ക്യാൻഡിൽ വന്നിട്ടേ 3:15 3:15 ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യണമല്ലോ, ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യണം 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ. അതുകൊണ്ടാണ് നമ്മൾ റെഡ് വന്നിട്ടേ ഗ്രീനിലേക്ക് പോകുള്ളൂ എന്ന് പറയുന്നത്. അത് ഓരോ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. 124 മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. മിനിറ്റ്സിൽ 25,433 മുട്ടിയത് കൊണ്ടാണ് ഒക്കെ കാൽക്കുലേറ്റഡായി വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ സ്ക്രീൻ കൂടുതലുള്ള കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 124 എന്നുള്ളത് 123.49 നിൽക്കുന്നത്. ഓക്കെ, 121, 123.52 അവിടെയും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ മാർക്കറ്റ് 130ലേക്ക് പോകത്തുള്ളൂ. $122, 124. അപ്പോൾ ഒന്നും കൂടെ കയറ്റി ലോക്ക് ചെയ്തിടുക, ഒരു 120ലേക്കൊക്കെ ലോക്ക് ചെയ്തിടുക. കാരണം ഒന്നെങ്കിൽ ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ റിവേഴ്സ് ആവും, അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വരാനുള്ളൊരു സ്പേസ് എന്ന് വെച്ചാൽ 130 കിട്ടിയാൽ ഒരു 6 പോയിൻ്റ് കൂടെ കിട്ടും, ഇല്ലെങ്കിൽ 3 പോയിൻ്റ് പോകും. കാരണം ലെഫ്റ്റ് സൈഡിൽ ചാർട്ടിൽ SMA 146 കിടക്കണേ. അപ്പോൾ ആ 146ലേക്ക് ടച്ച് ചെയ്യാനായിട്ട് C ഇറങ്ങുവാണെങ്കിൽ അത്രയും കൂടെ പോയിൻ്റ് പിയിൽ കിട്ടും.
നമ്മൾ പ്രതീക്ഷിക്കുന്ന 130 ഒരു 4 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ 130 ടച്ച് ചെയ്യും. അപ്പോൾ ഈ 120 നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചത് ഒരു 123 ട്രെയിൽ ചെയ്ത് വെക്കാം, വലിയ പ്രശ്നങ്ങൾ വരില്ല. 130 നമ്മൾ ബ്ലൂ ലൈൻ വരച്ചിട്ടില്ല, കൾസർ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു വിക്കും കൂടെ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഓക്കെ 130 അത് ട്രെയിൽ ചെയ്ത് അങ്ങ് പോവാം. കാരണം ഇനി നമ്മൾ 144 ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ 133 ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ ഒരു 125 ട്രെയിൽ ചെയ്ത് വെക്കാം. ഈ ക്യാൻഡലിന് 133.90 അവിടെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. 132.55 വന്നിട്ടുള്ളൂ. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ലോവിലേക്ക് എന്തായാലും നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കണം. എന്നാലും കുഴപ്പമില്ല, ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയാലും ഡബിൾ എൻട്രി ആണെങ്കിലും 32 പോയിൻ്റാണ് അവിടെ മൂവ് ആയിരിക്കണം. 32 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 21 പോയിൻറ്റിൽ കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചാലും വിഷയമില്ല. കാരണം ഈ 1, 2, 3 ക്യാൻഡലിൻ്റെ ബേസിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. ഈ 1, 2, 3 ക്യാൻഡലിൻ്റെ ബേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കാരണം ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇന്ന് സമയം തീരെ കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് 144, 147, 151 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അറ്റ്ലീസ്റ്റ് ഇന്ന് ഫൈനൽ ഒരു ടച്ചിങ് ഏരിയ എന്ന് പറഞ്ഞാലും 130.90 ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് റീടെസ്റ്റ് വന്നിട്ട്. എനിവേ 30 മിനിറ്റായി. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേപോലെ ലൈവിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമ്മൾ വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നത് 100 പോയിൻറ്റിന് മേലെ വ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രാവിലെ 10:15 തൊട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. 10:15 തൊട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ടാർഗറ്റ് 220 വരെ അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിയുടെ അത് പിന്നെ ഇട്ടിട്ടുണ്ട്, പിന്നെ സീഡ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ലൈവ് മാർക്കറ്റിൽ വേറെ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യൂ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചാർട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ അതിലേക്ക് കയറിയിട്ടും കാര്യമുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒരു മൊബൈലിലെങ്കിലും നമ്മുടെ ചാർട്ട് നോക്കാൻ പറ്റിയെങ്കിലേ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 155 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് 150 റിവേഴ്സായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 155 പറഞ്ഞപ്പോൾ ഈ ലെവലിലാണ് വ്യൂ പറഞ്ഞത്. 155 ആയപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ട് ഈ ഒരു ലെവലിലാണ് നിന്നത്. പക്ഷെ അവിടെ കൺസോൾട്ടേഷൻ വന്നപ്പോൾ എന്ത് ചെയ്ത്, ഈ ടാർഗറ്റ് പോയിന്റ് പതുക്കെ 155 150 വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് മാറ്റി റൈറ്റ് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, നമ്മൾ ചിലപ്പോൾ പുറത്തായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു അറ്റ്ലീസ്റ്റ് ഒരു മൊബൈലിലെങ്കിലും ചാർട്ട് നോക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ണടച്ചിട്ട് കോൾ എടുത്തുകൊണ്ടോ ടിപ്പ് എടുത്തുകൊണ്ടോ കാര്യമില്ല. അപ്പോൾ വ്യൂ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെയുള്ളവർക്ക് വ്യൂ കണ്ടു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓക്കെയാണ്. കാര്യങ്ങൾ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവും. അപ്പം നിങ്ങളുടെ എഫർട്ടും വരും. ഞാൻ വ്യൂ ഇടുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ 133.90 ട്രിഗർ പ്രൈസ്. 133.90, സമയം 3:23 ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കയറ്റി ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ 125. ഒന്നെങ്കിൽ 125 എക്സിറ്റ് ആവുക, ഇല്ലാന്നുണ്ടെങ്കിൽ 133.90 ട്രിഗർ പ്രൈസ് അടിച്ചു വെക്കുക.
നമ്മൾ കറക്റ്റ് 3:30 മുമ്പ് എക്സിറ്റ് ആവുകയും വേണം. ഇനി 6 മിനിറ്റ് ഉണ്ട്, 3 ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ടുണ്ട്. ഇപ്പം ട്രിഗർ പ്രൈസ് 133.90, സ്റ്റോപ്പ് ലോസ് 125.65. ഓക്കെ, 3:25 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൈ എത്രയാണ് പറഞ്ഞത്? 133.134 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ കൂടുതലൊന്നും നമ്മളിനി പ്രതീക്ഷിക്കുന്നില്ല. 100 നിന്ന് 34 വരെ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബിഗ് മൂവ് ഒക്കെ കിട്ടിയാലാണ് 144 മാർക്കറ്റ് ഏകദേശം മൂവ് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആവണം, അതിനുള്ള ടൈമില്ല. 3:26 അത് ലൈവിലുള്ളവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. ഒന്നെങ്കിൽ 133.90 ഇറങ്ങാം, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് 3:29 ആകുമ്പോൾ ഇറങ്ങാം. ഇനിയൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 144 പോയി നിൽക്കത്തുള്ളൂ. $135.70 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ 27-29, 3:29 ആകുമ്പോൾ തീരും. അപ്പോൾ എനിവേ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഹോൾഡായി പോയാൽ BTST ആയി പോവും, പണി കിട്ടും. അത് ശരിയല്ല. അപ്പോൾ നമ്മുടെ ലൈവിലേക്കോ വ്യൂ റൂമിലേക്കോ പരീക്ഷാടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ച പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ചെയ്യാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണം, ചാർട്ട് റീഡിങ് പഠിക്കണം. പഠിക്കാത്ത ആർക്ക് വേണമെങ്കിലും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ വൈകിട്ടത്തെ മൂവ്മെൻറ്റിലാണ് 3604. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ടുണ്ട്, വേറൊരു വ്യൂ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് വൈകിട്ടത്തെ മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ അതിനു മുമ്പ് ഞാൻ പബ്ലിക് ടെലഗ്രാം ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചിട്ട് തിരക്കുള്ള ആളുകൾക്കും വ്യൂവിലേക്ക് നമ്മുടെ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.